ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. കാരണം ബബ്ബബ പറഞ്ഞ നമ്മുടെ ദിലീപിൻ്റെ സിനിമ റിലീസാവാൻ പോവുകയാണ് 18-ന്. അപ്പോൾ അത് നിങ്ങൾ കാണുമോ കാണില്ലേ ചോദിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പലരോടും ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ പലരും പല അഭിപ്രായം പറയണത് കേട്ടു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ പലരും പറയുന്നുണ്ട് ആ ഞങ്ങൾ കാണില്ല, ദിലീപിൻ്റെ സിനിമ ഇനി കാണില്ല ഞങ്ങൾ. കാരണം എന്താ വെച്ചാൽ ദിലീപിൻ്റെ ആ പിക്ചർ കാണുമ്പോൾ നമുക്ക് മറ്റേ കേസും കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ഞങ്ങളിനി ദിലീപിൻ്റെ സിനിമ കാണുകയില്ല, കാരണം ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പലരും പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് സിനിമ കാണുന്നതിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കണവരുണ്ട്. പക്ഷെ ഞാൻ കേട്ടതിൽ കൂടുതൽ പേരും പറയുന്നത് എന്താ വെച്ചാൽ സിനിമ കാണാൻ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ദിലീപിനെ ഇഷ്ടമുള്ളവരായിരുന്നു കേട്ടോ ഇവരെല്ലാം. ഈ പറയുന്ന ആൾക്കാരെല്ലാം ദിലീപിനെ അത്രയേറെ സ്നേഹിച്ചവർ തന്നെയായിരുന്നു. കാരണം ദിലീപിൻ്റെ എല്ലാ പിക്ചറും കാണുന്നവരായിരുന്നു. പക്ഷെ ഇങ്ങനൊരു കോൺട്രവേഴ്സിയും ഇങ്ങനൊരു പ്രശ്നവും ഇങ്ങനൊരു കേസും കായ കാരണം ദിലീപിനെ വെറുത്തു എന്നാണ് പറയണത് എല്ലാവരും. അപ്പോൾ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. അതായത് എൻ്റെ അഭിപ്രായമാണ്, അത് എല്ലാവർക്കും ശരിയായി തോന്നണമെന്നില്ല. കാരണം നമ്മളെല്ലാവരും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. ഇപ്പം ഞാനാണെങ്കിലും അതെ. നമ്മുടെ കേരളത്തിൽ 99% ആൾക്കാരും അതിജീവിതയുടെ കൂടെ തന്നെ ആയിരിക്കും. പക്ഷേ 1% ആൾക്കാരുണ്ടാവും അല്ലാത്തത്. പക്ഷെ 99 എൻ്റെ ഒരു വിശ്വാസം അതാണ്. കാരണം ആ ഒരു നടിയുടെ കൂടെയാണ് നമ്മളെല്ലാവരും. ആ നടിക്ക് നീതി കിട്ടണം, ആ കുട്ടിക്ക് സമാധാനം കിട്ടണം, ഇത്രയും കാലം അനുഭവിച്ച ആ വിഷമത്തിൽ നിന്നൊരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഇങ്ങനെ ഈ ഒരു ട്രാപ്പിൽ പെടുത്തിയ ആളെയും നമ്മൾക്ക് ശിക്ഷിക്കണം അല്ലേ. കാരണം ആ കുറ്റം ചെയ്തവരല്ല, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചവരാണല്ലോ ഏറ്റവും കൂടുതൽ ശിക്ഷ അർഹിക്കുന്നത്. അപ്പോൾ അവരും അതിൽ വരണം തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. അതുപോലെ ഞാനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം ഇവിടെ ഒരു ചെറിയൊരു എനിക്ക് പറയാനായി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദിലീപിൻ്റെ സിനിമ കാണുന്നില്ലേ, ഓക്കെ. പക്ഷേ ഈ ബബ്ബബ്ബ പറഞ്ഞ സിനിമ റിലീസാവുമ്പോൾ ദിലീപിനെ കൂടാതെ അതിലൊരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആൾക്കാരുടെ കഠിന അധ്വാനം കൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു ദിലീപ് എന്നുള്ളൊരു വ്യക്തിയോടുള്ള ദേഷ്യം കൊണ്ട് മാത്രം നമ്മൾ ആ സിനിമ കാണാതിരുന്ന എത്ര ആൾക്കാർക്ക് അതൊരു നഷ്ടമായി പോവും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ പറയുന്നതിലൂടെ ഞാനും ചിന്തിച്ച് നോക്കി. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു വ്യക്തിയോടൊരു ദേഷ്യമുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി മാത്രമല്ലല്ലോ ആ സിനിമയിലുള്ളത്. അത് എന്താ പറയുക, നമ്മൾ ലൈറ്റ്മാൻ തൊട്ട് ഭക്ഷണം കൊടുക്കണവർ, അതുകൂടാതെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, തിയേറ്റർ ഉടമകൾ, അതുപോലെ തന്നെ തിയേറ്ററിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അവർക്കെല്ലാം അതൊരു ലോസ് ആവുകയല്ലേ. കാരണം ഇയാളുടെ സിനിമ കാരണം കാണില്ല നമ്മൾ പറയുമ്പോൾ. അപ്പോൾ ഞാൻ അത് ആലോചിക്കണം. ഇപ്പോൾ ഈ ഒരു വ്യക്തി ചെയ്തത് തെറ്റാണ്. നമ്മൾ കലാപരമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ഇയാളുടെ പേഴ്സണൽ കാര്യം നോക്കാതെ നമ്മൾ സിനിമ കാണാൻ പോയിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ഗുണമാവില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഡയറക്ടർ, പ്രൊഡ്യൂസർ, പിന്നെ കൂടെ അഭിനയിച്ച കോസ്റ്റാർസ് അവരെല്ലാം ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുകയായിരിക്കും. എൻ്റെ സിനിമ പുറത്തിറങ്ങുകയാണ്, 4 ആൾ കാണണം, എന്നെ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബബ്ബയിൽ അഭിനയിച്ച ആൾക്കാർ, അതുപോലെ മ്യൂസിക് ഡയറക്ടർമാർ, അതുപോലെ സിംഗേഴ്സ്, പിന്നെ ക്യാമറാമാൻമാർ, എഡിറ്റിംഗ് ചെയ്ത ആൾക്കാർ, അതുപോലെ സൗണ്ട് എൻജിനീയേഴ്സ്, ഇവരെല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ ആ പിക്ചർ ഇറങ്ങുമ്പോൾ എൻ്റെ കഴിവ്, അതായത് ഞാൻ ചെയ്ത ക്രിയേറ്റിവിറ്റിയും 4 ആൾ കാണണം, അവർ കണ്ടിട്ട് അതിന് അഭിപ്രായം പറയണം. അതുപോലെ അങ്ങനെ അഭിപ്രായം പറയുമ്പോഴാണല്ലോ അവർക്ക് വീണ്ടും വീണ്ടും ചാൻസുകൾ കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഈ ഒരു മനുഷ്യൻ കാരണം മറ്റുള്ളവർക്കെല്ലാം അതൊരു എന്താ പറയുക മറ്റുള്ളവരുടെ എല്ലാം സ്വപ്നങ്ങളില്ലാതാവുകയല്ലേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മനുഷ്യന് വേണ്ടി നമ്മൾ അവരെല്ലാം ബലിയേടാക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. കാരണം നിങ്ങൾ പറയണതിൽ ഞാൻ 100% യോജിക്കുന്നുണ്ട്. കാരണം ഈ ആളുടെ മുഖം കാണുമ്പോൾ നമുക്ക് ആ പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരിക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമുക്ക് മനസ്സിൽ വിഷമം തന്നെയാണ്. പക്ഷെ ഞാൻ വേറെ ഭാഗത്ത് കൂടി ചിന്തിക്കുമ്പോൾ ഈ ഒരാൾ ഇതിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ എന്തിനു നമ്മൾ ക്രൂശിക്കണം അല്ലേ. കാരണം എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ഓരോരുത്തർ ആ സിനിമയിലുള്ളവരും, അതുപോലെ അതുപോലെ തന്നെ എന്തിന് തിയേറ്റർ ഉടമകൾക്ക് വരെ പ്രശ്നങ്ങളുണ്ടാവും. അവരടങ്ങ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. തിയേറ്റർ ഉടമ പോട്ടെ, തിയേറ്ററിൽ ഉണ്ടാവണ
കച്ചവടക്കാർ ഭക്ഷണം, അതായത് ഹോട്ടലും മറ്റേ തിയേറ്ററിൽ തന്നെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ നമ്മുടെ ഭക്ഷണം സ്റ്റാളൊക്കെ ഉണ്ടാവില്ലേ, അവർക്കടക്കം അതൊരു എന്താണ് വയറ്റത്തടി പോലെ ആവില്ലേ. അതാണ് ഞാൻ ഇന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം തോന്നി. കാരണം നമുക്ക് ഇങ്ങനെ വല്ല സോഷ്യൽ മീഡിയയിൽ ഇട്ടാലല്ലേ നാലാൾ അറിയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കുട്ടികൾ പറയണതിലെല്ലാം ഞാൻ യോജിക്കുന്നില്ലേ പറയല്ല. പക്ഷെ ഞാൻ വേറെ മറുവശത്ത് കൂടി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു മനുഷ്യൻ ഇത്രത്തോളം തെറ്റുകളെല്ലാം ചെയ്തു, അതുകൊണ്ട് കുറ്റം ചെയ്ത മനുഷ്യനാണ്, അതുകൊണ്ട് അയാളുടെ സിനിമ കാണില്ല എന്ന് പറഞ്ഞാൽ അയാൾ മാത്രമല്ലല്ലോ അതിലുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളായിരിക്കാം ആ സിനിമ അല്ലേ. ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും അത് വിജയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ, അതായത് നമ്മുടെ സ്വപ്നം പൂവണിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ. അത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ അവരുടെ സ്വപ്നവും കൂടിയാണ് നടക്കാതെ പോണത്. അത് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം തോന്നിയത്. അല്ലാതെ അതിജീവിതയ്ക്കൊപ്പം അല്ലാതെയല്ല, അതിജീവിതയുടെ കൂടെ ആ മഞ്ജു വാര്യർ എഴുതിയിട്ടുണ്ട്, ഇന്നും എന്നും എന്നും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് ആ കുട്ടിയുടെ കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും. കാരണം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അറിയാം ഒരു പെൺകുട്ടി അനുഭവിക്കണ വിഷമങ്ങൾ. അപ്പോൾ അത് കോടതി മുറിയിലാണെങ്കിലും പുറത്താണെങ്കിലും കുറേ കാലം ആ കുട്ടി പുറത്തായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും കുറച്ചൊക്കെ മീഡിയയിലൊക്കെ വരുന്നത്. അതുവരെ എന്തെല്ലാം സഹിച്ചിട്ടുണ്ടാവും. രാത്രി പാവം അതിന് ഉറങ്ങാൻ പറ്റും, എന്തെല്ലാം ട്രോമയിൽ കൂടെ ആയിരിക്കും പോയിണ്ടാവുക. അതെല്ലാം നമുക്ക് അറിയണതാണ്. പക്ഷെ ഞാൻ ആലോചിക്കണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യൻ അതിൽ അഭിനയിച്ചു എന്നും പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെ അടക്കം ക്രൂശിക്കണമെന്നാണ് എൻ്റെ ചോദ്യം കേട്ടോളൂ. നിങ്ങൾക്ക് തെറ്റായി തോന്നുകയാണെന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം. ഇതിനെന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചത് കമൻറ്റ് പോലെ എഴുതണേ. പിന്നെ അതുപോലെ വേറെ മോഹൻലാൽ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന് മോഹൻലാലിനെ പറ്റിയും കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് മോഹൻലാൽ ഇതിൽ അഭിനയിച്ചു. അത് അദ്ദേഹത്തിൻ്റെ തൊഴിലല്ലേ, അദ്ദേഹം അഭിനയിച്ചു. അല്ലാതെ അദ്ദേഹം അതിജീവിതയ്ക്ക് എതിരാന്ന് ഇതുവരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അയാൾ ഒരു സിനിമയിൽ ഒരു റോൾ അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഓരോന്ന് പറയണത് കേട്ടു ഞാൻ. അപ്പോൾ അതൊക്കെ അതിജീവിതയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. എങ്കിലും ലാലേട്ടനോട് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഇതൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല അഭിനയിച്ചിട്ടുണ്ടാവുക. അങ്ങനെ റോള് കിട്ടി അഭിനയിച്ചു, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത്. അപ്പോൾ അദ്ദേഹത്തെയും ഒരുപാട് ആൾക്കാർ ഓരോന്ന് പറയണത് കേട്ടു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. ബബ്ബ റിലീസാവുന്നുണ്ട് 18-നാണ്. അപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇത് ചിലപ്പോൾ വൻ ഹിറ്റിലേക്കും വരാൻ വേണമെങ്കിൽ. കാരണം എങ്ങനെയാണ് നടക്കുക എന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ കോടതി മുറിയിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, അതിൻ്റെ ഓപ്പോസിറ്റാണ് നടന്നത്. ശിക്ഷ വിധിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതേ അല്ല വന്നത്. അതുപോലെ ചിലപ്പോൾ ഈ ബബ്ബ ചിലപ്പോൾ വലിയ ഹിറ്റാവാനും മതി. കാരണം ഇതുപോലെ കോൺട്രവേഴ്സി ഉണ്ടായ കാരണം ചിലപ്പോൾ എല്ലാവരും കാണാൻ പോവും, എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ. അപ്പോൾ എല്ലാവരും കണ്ട് ഹിറ്റായ നല്ല കാര്യം. അതിലിപ്പോൾ നമ്മൾ ഈ നടൻ മാത്രമല്ലല്ലോ, ഇതിൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ സിനിമ 4 ആൾ കാണണം, അവർ നല്ല അഭിപ്രായം പറയണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ഹിറ്റായ അവർക്കെല്ലാം സന്തോഷമായിരിക്കും. ഈ ഒരു ആൾക്ക് മാത്രമല്ല നമ്മളവിടെ ഹിറ്റായ ഇയാൾക്ക് മാത്രമല്ല അതിൻ്റെ വില, ആ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന നിമിഷമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വിലയേറിയ അഭിപ്രായം എന്തായാലും അറിയിക്കണേ കമൻറ്റ് രൂപത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.